SSLC സെക്കൻഡ് ഇയർ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ്റെ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യത്തെ 21 ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഈ വീഡിയോയിലുള്ളത്. എല്ലാ കുട്ടികളും എക്സാമിന് വേണ്ടി നന്നായി തയ്യാറെടുക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി ടൈം റിക്വയർഡ് ടു റിക്കവർ ദി ഇനിഷ്യൽ കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ് ഈസ് കോൾഡ് പേ ബാക്ക് പീരിയഡ്. Asset which are convertible into cash within 1 year is known as current asset. Expand PAN PAN permanent account number. The liability of sole trader is unlimited. സെവൻത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൺട്രപ്രണർ വിത്ത് ഹൈ ടെക്നോളജി ഈസ് നോൺ ആസ് ടെക്നോപ്പണർ. 6. ക്യാപിറ്റൽ റിക്വയർഡ് ടു മീറ്റ് ദ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് എ ബിസിനസ് ഈസ് കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ. 7. An ideal current ratio is 2:1. 8. Customers are included in dash environment, micro environment. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് ടോട്ടൽ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും തന്നിട്ട് ടോട്ടൽ കോസ്റ്റ് കാണാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആകെത്തുകയാണ്. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. നമുക്ക് പ്രധാനമായിട്ട് 2 കോസ്റ്റാണുള്ളത്, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. അത് തമ്മിൽ കൂട്ടുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. 4000 പ്ലസ് 6000 ഈക്വൽ ടു 10000. ഫിക്സഡ് കോസ്റ്റ് 4000ഉം വേരിയബിൾ കോസ്റ്റ് 6000ഉമാണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ കോസ്റ്റ് 10,000 ആയിരിക്കും. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് കറണ്ട് റേഷ്യോ ഫ്രം ദി ഫോളോയിങ്. കറണ്ട് റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കറണ്ട് അസറ്റ് ₹2 lakh, കറണ്ട് ലയബിലിറ്റീസ് ₹1 lakh. കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ ഓർക്കുക. കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റിയാണ് കറണ്ട് റേഷ്യോ. ഒരിക്കൽ കൂടി പഠിക്കുക. കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. 2 lakh ഡിവൈഡഡ് ബൈ 1 lakh ഈക്വൽ ടു 2:1. അതായത് 2 lakhനെ 1 lakh കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 2 ആണ്. കൂടെ 1 കൂടി ചേർക്കുക. ഇത് അർത്ഥമാക്കുന്നത് ₹1 കറണ്ട് ലയബിലിറ്റി ഉണ്ട് എങ്കിൽ കറണ്ട് അസറ്റ് ₹2 ഉണ്ടായിരിക്കണം. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ വെർച്വൽ മാർക്കറ്റിംഗ്. ഇൻ സച്ച് എ മാർക്കറ്റ് ബയേഴ്സ് പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസ് ത്രൂ ഇൻ്റർനെറ്റ്. In such market, the buyers and sellers do not mean transactions is done through internet. Example, Rediff Shopping, eBay. അടുത്ത ക്വസ്റ്റ്യൻ. മെൻഷൻ any 2 financial institution which support entrepreneurs. കൗശൽ കേന്ദ്ര, മുദ്ര ബാങ്ക്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് എൻവയോൺമെൻറ്റ് സ്കാനിങ്? എൻവയോൺമെൻറ്റ് സ്കാനിങ് careful monitoring of an organization's internal and external environment for detecting early signs of opportunities and threats. It helps to understand what is happening in the environment. 14ാമത്തെ ക്വസ്റ്റ്യൻ. Write the objectives of Mudra Bank. Answer. Provide credit support to microfinance institution. Offer credit guarantee scheme to loan given to micro unit. Register all MFIs and introduce a system of performance rating. Provide guidelines to the borrowers. 15ാമത്തെ ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഔട്ട് ഡിഫറെൻറ്റ് വേസ് ഓഫ് ട്രെൻഡ് സ്പോട്ടിംഗ്. ആൻസർ. റീഡ് ട്രെൻഡ്, ടോക്ക് ട്രെൻഡ്, വാച്ച് ട്രെൻഡ്, തിങ്ക് ട്രെൻഡ്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പോയിൻറ്റ്സ് ഔട്ട് വേരിയസ് ആസ്പെക്റ്റ് ഓഫ് പ്രോജക്റ്റ് അപ്രൈസൽ. ടെക്നിക്കൽ അപ്രൈസൽ, മാനേജ്മെൻറ്റ് അപ്രൈസൽ, എൻവയോൺമെൻറ്റ് അപ്രൈസൽ, മാർക്കറ്റ് അപ്രൈസൽ, എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ അപ്രൈസൽ. പ്രിപ്പയർ കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോയിങ്. സെയിൽസ് 2,70,000, വേരിയബിൾ കോസ്റ്റ് 2 lakh, ഫിക്സഡ് കോസ്റ്റ് 30,000. കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിരിക്കുന്ന കാരണം സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റിൽ തന്നെ എഴുതണം. സെയിൽസ് 2,70,000 ലെസ് വേരിയബിൾ കോസ്റ്റ് 2 lakh. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നു 70,000. കോൺട്രിബ്യൂഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ.
കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. കോൺട്രിബ്യൂഷൻ 70,000 ആണ്, ലെസ് ഫിക്സഡ് കോസ്റ്റ് 30,000. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു 40,000. മനസ്സിലാകുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി പറയാം. സെയിൽസിൽ നിന്നും ആദ്യം വേരിയബിൾ കോസ്റ്റ് നമ്മൾ കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് കോൺട്രിബ്യൂഷനാണ്. അതായത് സെയിൽസിനകത്ത് വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. അതിൽ നിന്നും വേരിയബിൾ കോസ്റ്റിനെ ആദ്യം എടുത്തു മാറ്റുന്നു. അപ്പോൾ നമുക്ക് മിച്ചം അവശേഷിക്കുന്നത് ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും മാത്രമായിരിക്കും. സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ഈ കോൺട്രിബ്യൂഷനിൽ ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും ഉണ്ട്. അങ്ങനെയെങ്കിൽ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഈ ഫിക്സഡ് കോസ്റ്റിനെയും കൂടി എടുത്തു മാറ്റുന്നു. അപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് സെയിൽസിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് മാറുന്നു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് പ്രോഫിറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെൻറ്റ് സ്കാനിങ്. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആക്ച്വൽ ഹാപ്പനിങ് ഇൻ ദി എൻവയോൺമെൻറ്റ്. ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ സോട്ട് അനാലിസിസ്, strength, weakness, opportunity, threat analysis of a business idea. It acts as a tool in forecasting. It helps in decision making. It helps an entrepreneur to act quickly. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. From the following information, find gross profit ratio and net profit ratio. Net sales 60,000, gross profit 30,000, net profit 20,000. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഗ്രോസ് പ്രോഫിറ്റ് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നെറ്റ് പ്രോഫിറ്റ് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഇതിനെ രണ്ടിനെയും നെറ്റ് സെയിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഒന്ന് നോക്കിക്കേ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ക്വസ്റ്റ്യനകത്ത് തന്നെയുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എടുക്കേണ്ടത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് രണ്ടും കോമൺ ആയിട്ട് വരുന്നതാണ്. നെറ്റ് സെയിൽസ് ഗ്രോസ് പ്രോഫിറ്റിലും ഡിവൈഡ് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കുമ്പോഴും ഡിവൈഡ് ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇനി നമുക്ക് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 30,000 ഡിവൈഡഡ് ബൈ 60,000 ഇൻറ്റു 100 50 ആണ്. 50%. അതാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ വരുന്നത്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണെങ്കിൽ 20,000 ഡിവൈഡഡ് ബൈ 60,000 ഇൻറ്റു 100 33.33% ആണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് PV റേഷ്യോ ഫ്രം ദി ഫോളോയിങ് ഡേറ്റ. സെയിൽസ് 5,000, വേരിയബിൾ കോസ്റ്റ് 2,400, ഫിക്സഡ് കോസ്റ്റ് 2,000. ആദ്യം നമുക്ക് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. 5,000 മൈനസ് 2,400 ഈക്വൽ ടു 2,600. ഇതാണ് കോൺട്രിബ്യൂഷൻ. PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. PV റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. 2,600 ഡിവൈഡഡ് ബൈ 5,000 ഇൻറ്റു 100 52% ആണ് PV റേഷ്യോ. 21ാമത്തെ ക്വസ്റ്റ്യൻ. ഡ്രോ എ ഡയഗ്രാം ഷോയിങ് പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഐഡിയ ഇൻറ്റു ഓപ്പർച്യൂണിറ്റി. ഐഡിയ, പ്രോസസ്, ഓപ്പർച്യൂണിറ്റി. ഐഡിയയെ പ്രോസസ്സ് ചെയ്ത് ഓപ്പർച്യൂണിറ്റി ആക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് സ്കിൽ, നോളജ്, ക്രിയേറ്റീവ് തിങ്കിങ്, കോമ്പീറ്റൻസി. സ്കില്ലും നോളജും ക്രിയേറ്റീവ് തിങ്കിങ്ങും കോമ്പീറ്റൻസിയും ഉണ്ടെങ്കിൽ ബിസിനസ് ഐഡിയയെ പ്രോസസ്സ് ചെയ്ത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാൻ സാധിക്കും. ബാക്കി ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്.